ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തിനേറെ മറ്റുള്ളവരുടെ അനുഭവം പറയുന്നു, എൻ്റെ അനുഭവം തന്നെ പറഞ്ഞാൽ. പണ്ട് വീട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ പഴയ സാധനങ്ങൾ പിറക്കാൻ ചില പ്രിയപ്പെട്ടവർ കടന്നു വരും. ഞങ്ങളുടെ അവിടെ പാട്ട പറക്കാൻ വരുന്നതെന്നൊക്കെ പറയും, പാട്ട പറക്കാൻ വരുന്നവർ. ഈ പാട്ട പിറക്കാൻ വീട്ടിൽ ആൾക്കാർ കടന്നു വരുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യം, ഇവർ പെട്ടെന്ന് വരുമ്പോഴത്തേന് അമ്മ പെട്ടെന്ന് പറയും, എടാ അവിടുന്ന് ഇവിടുന്ന് എല്ലാം സാധനങ്ങൾ പറക്കിക്കൊണ്ട് വരാൻ പറയും. ഉപയോഗമില്ലാത്ത കുറേ സാധനം അവിടുന്ന് എല്ലാം പറക്കിക്കൊണ്ട് വരും. മതിലിൻ്റെ അറ്റത്ത് കിടക്കുന്ന സാധനങ്ങൾ പോലും എന്നതിലൊക്കെ വലിച്ചെറിഞ്ഞത് പോലും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഇവരുടെ ഫ്രണ്ടിലിടും. ഇവരുടെ ഫ്രണ്ടിലിട്ട് കഴിയുമ്പോൾ ഇവരിങ്ങനെ എണ്ണി നോക്കിയിട്ട് അവരുടെ മടിയിൽ നിന്ന് ഒരു 20 രൂപ എടുത്ത് നമ്മുടെ കയ്യിൽ തരും. ഈ 20 രൂപ കൈ മേടിച്ചിട്ട് ഞാൻ എൻ്റെ അമ്മ ചെയ്തൊരു കാര്യം കണ്ടതാണ്. പെട്ടെന്ന് ഈ പിറക്കിയിട്ട സാധനത്തിനകത്തോട്ടൊന്ന് നോക്കും, വേണ്ടാതെ കളഞ്ഞ സാധനമാണ്. ഇതിനകത്ത് ഏതേലും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ കിടക്കും. പെട്ടെന്ന് അതങ്ങ് തിരിച്ചെടുക്കും. അല്ല, അതിങ്ങ് തന്നേരെ, അത് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞ് ഇത് തിരിച്ചിങ്ങെടുക്കും. ഇന്നും ആ തിരിച്ചെടുത്ത സാധനം ഞങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാനിത് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, ഇതുപോലൊരു വ്യക്തിയായിരുന്നു ഞാനും. ഒരുപക്ഷെ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ പലരും അങ്ങനെ ആയിരിക്കാം. ആരെങ്കിലുമൊക്കെ വേണ്ടാതെ വലിച്ചെറിഞ്ഞതായിരിക്കാം, ഒരു ഉപയോഗവുമില്ല എന്ന് പറഞ്ഞ് തള്ളിയിട്ടതായിരിക്കാം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് മൈക്ക് പിടിച്ച് പറയുമ്പോഴും എനിക്ക് പറയാൻ പറ്റും, ഈ ഷാരോൺ ഒരു കഴിവുമില്ലായിരുന്നു. വിദ്യാഭ്യാസ യോഗ്യത പറയാനുണ്ടോ? കുടുംബ മഹിമ പറയാനുണ്ടോ? ഒന്നുമില്ല. ഇതൊന്നും നോക്കാതെ തിരഞ്ഞെടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഉയർത്തുന്ന കർത്താവ് മാത്രമേ ഉള്ളൂ നമ്മളെ തിരഞ്ഞെടുത്തിരുന്നത്.